എല്ലാം തളികയിൽ വെച്ച് കിട്ടിയ നേതാവല്ല വി.ഡി. സതീശൻ. കോൺഗ്രസിലെ പതിവ് രീതി അനുസരിച്ച് മക്കൾ രാഷ്ട്രീയത്തിലൂടെ കടന്നുവന്ന ആളല്ല. യാതൊരു രാഷ്ട്രീയ പാരമ്പര്യവുമില്ലാത്ത കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 1964 മെയ് 31 എറണാകുളം ജില്ലയിലെ നെട്ടൂരിലാണ് ജനനം. പിതാവ് കെ. ദാമോദര മേനോൻ കൊച്ചിൻ റിഫൈനറീസിലെ ഉദ്യോഗസ്ഥനായിരുന്നു. മാതാവ് വി. വിലാസിനി, അമ്മ വീട്ടമ്മയാണ്. ഒരു സാധാരണ മധ്യവർഗ കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്തിയത്. സ്കൂൾ പഠനകാലത്ത് കിലോമീറ്ററുകളോളം നടന്നുപോയാണ് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. വി.ഡി. സതീശന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള വരവ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെയായിരുന്നു. സ്കൂൾ പഠനകാലത്ത് മനങ്ങാട് ഹൈസ്കൂളിലെ സ്കൂൾ ലീഡറായിരുന്നതുകൊണ്ടാണ് അദ്ദേഹം തന്റെ നേതൃപാടവം തെളിയിച്ചത്. തുടർന്ന് കോളേജ് വിദ്യാഭ്യാസ കാലത്ത് KSUവിലൂടെ സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു. സതീശന്റെ റോൾ മോഡൽ കോൺഗ്രസ് നേതാവായ G. കാർത്തികേയനായിരുന്നു. കാർത്തികേയന്റെ പ്രസംഗ ശൈലിയും രാഷ്ട്രീയ നിലപാടുകളുമാണ് തന്നെ ഏറെ സ്വാധീനിച്ചതെന്നും പ്രസംഗങ്ങളിൽ കാർത്തികേയന്റെ ശൈലി അനുകരിക്കാൻ ശ്രമിച്ചിരുന്നതായും സതീശൻ പറഞ്ഞിട്ടുണ്ട്. നന്നായി സംസാരിക്കാൻ അറിയുന്ന സതീശൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധേയനായി. തേവര സെന്റ് ആൽബർട്ട്സ് കോളേജിൽ പഠിക്കുമ്പോൾ ആർട്സ് ക്ലബ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു. തുടർന്ന് രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസ്, തിരുവനന്തപുരം ലോ അക്കാദമി എന്നിവിടങ്ങളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി. നിയമത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. 1986-87 കാലഘട്ടത്തിൽ MG സർവകലാശാല യൂണിയൻ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. SFIയുടെ ശക്തമായ സ്വാധീനത്തെ മറികടന്നുള്ള ആ വിജയം സതീശന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നാഴികക്കല്ലായിരുന്നു. കോളേജ് കാലത്ത് പ്രസംഗ മത്സരങ്ങളിലെ സ്ഥിരം ജേതാവായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വിവിധ കോളേജുകളിൽ നടന്ന പ്രസംഗ മത്സരങ്ങളിൽ പങ്കെടുത്ത് നിരവധി സ്വർണ്ണ മെഡലുകൾ നേടിയിട്ടുണ്ട്. ഈ മികവാണ് അദ്ദേഹത്തെ KSUവിന്റെ മുൻനിരയിലേക്ക് എത്തിച്ചത്. വിദ്യാർത്ഥി നേതാവെന്ന നിലയിലുള്ള മികവ് പരിഗണിച്ച് അദ്ദേഹത്തെ NSUI ദേശീയ സെക്രട്ടറിയായി നിയമിച്ചു. അന്ന് ദേശീയ അധ്യക്ഷനായിരുന്ന മുകുൾ വാസ്നിക്കിനൊപ്പം ഇന്ത്യയിലുടനീളം യാത്ര ചെയ്യാനും രാഷ്ട്രീയ അനുഭവങ്ങൾ നേടാനും ഇത് സതീശനെ സഹായിച്ചു. KSU കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാണിച്ച് നിരവധി സമരങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. ഒരിക്കൽ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ പോലീസിന്റെ ലാത്തിചാർജിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിരുന്നു. MG കേരള സർവകലാശാലകളിൽ യൂണിയൻ കൗൺസിലറായും സതീശൻ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തായാലും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. ഹൈക്കമാൻഡാണ് പ്രഖ്യാപനം നടത്തിയത്. ദില്ലിയിൽ AICC വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. AICC നിരീക്ഷകരായ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, അജയ് മാക്കൻ, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.